നമുക്കിന്ന് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട് പെട്ടെന്നൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാലോ? പെട്ടെന്നുണ്ടാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഗ്രീൻ ചില്ലീസ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ഞാനത് ചേർത്ത് കൊടുത്തു. ഈ വെജീസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ ഉപ്പിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ തലേ ദിവസത്തെ നമ്മുടെ റൈസ്, നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഓൾറെഡി റൈസൊക്കെ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കാരണം ഇനിയിപ്പം സോൾട്ടിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. നമ്മൾ വെജീസിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഫ്രൈഡ് റൈസ് ഒന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു വെജിറ്റബിൾ റൈസാണ്. ആക്ച്വലി ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ നോക്കണേ. ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇതിനതേ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്യാം. നമുക്കിത് സെർവ് ചെയ്യാം നല്ലൊരു പ്ലേറ്റിലേക്ക്. നമുക്കിതിങ്ങനെ ഇച്ചിരി പിക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിക്കിളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ഹെൽത്തിയാണ്. ഒത്തിരി വെജീസൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.